വെൽക്കം ടു സുനൂസ് ബയോസ് വീഡിയോ. 2021 മാർച്ചിൽ സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ്റെ സുവോളജി ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസാണ് ഈ വീഡിയോയിലൂടെ നടത്തുന്നത്. ബയോളജി ആകെ സമയം 2 മണിക്കൂർ, സുവോളജി 1 മണിക്കൂർ, കൂൾ ഓഫ് ടൈം 20 മിനിറ്റ്സ്, പ്രിപ്പറേറ്ററി ടൈം 5 മിനിറ്റ്സ്. ബയോളജി ടോട്ടൽ സ്കോർ 60 ആണ്. അതിൽ സുവോളജിക്ക് 30 മാർക്കാണുള്ളത്. സുവോളജിയുടെ ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 31 അപ് ടു എ മാക്സിമം സ്കോർ ഓഫ് 30. പാർട്ട് ബി സുവോളജി മാക്സിമം മാർക്ക് 30, സ്കോർ ടൈം 1 hour, കൂൾ ഓഫ് ടൈം 10 minutes. Each question from 1 to 7 carries 1 score. So let us see first question. Name the oral contraceptive for female developed by CDRI. CDRI വികസിപ്പിച്ചെടുത്ത ഗർഭനിരോധന ഗുളികയുടെ പേരെഴുതുക. ആൻസർ ഈസ് സഹേലി. രണ്ടാമത്തെ ചോദ്യം നോക്കാം. നെയിം ദ ജനറ്റിക് ഡിസോർഡർ ഇൻ വിച്ച് എ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻ ഈസ് അഫക്റ്റഡ് ലീഡിംഗ് ടു നോൺ സ്റ്റോപ്പ് ബ്ലീഡിംഗ് ഈവൺ ത്രൂ എ സിമ്പിൾ വൂണ്ട്. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ഒരു പ്രോട്ടീൻ ഉണ്ടാകാത്തതിനാൽ ഒരു ചെറിയ മുറിവിലൂടെ പോലും രക്തം നഷ്ടപ്പെടുന്ന ജനിതക വൈകല്യത്തിൻ്റെ പേരെഴുതുക. ആൻസർ ഈസ് ഹീമോഫീലിയ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. അണ്ടർ മൈക്രോസ്കോപ്പ് ക്രോമാറ്റിൻ ഈസ് സീൻ ആസ് ബീഡ്സ് ഓൺ സ്ട്രിങ് ലൈക്ക് സ്ട്രക്ചർ. ഹിയർ ബീഡ്സ് റെപ്രസെൻറ്റ് ദ സ്ട്രക്ചേഴ്സ് കോൾഡ് ഡാഷ്. മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നൂലിൽ കോർത്ത മുത്തുകൾ പോലെയാണ് ക്രോമാറ്റിൻ കാണപ്പെടുന്നത്. ഇവിടെ മുത്തുകളെ പ്രതിനിധീകരിക്കുന്നത് ഡാഷ് ആണ്. ആൻസർ ഈസ് ന്യൂക്ലിയോസോം. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ലൂട്ടിയൽ ഫേസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിൾ ട്രാൻസ്ഫോംസ് ഇൻ ടു ഡാഷ്. ആർത്തവ ചക്രത്തിലെ ലൂട്ടിയൽ ഘട്ടത്തിൽ ഗ്രാഫിയൻ ഫോളിക്കിളുകൾ ഡാഷായി മാറുന്നു. വി ഹാവ് ടു ഫിൽ ദാറ്റ്. ദ ആൻസർ ഈസ് കോർപ്പസ് ലൂട്ടിയം. അഞ്ചാമത്തെ ചോദ്യം. ഓർഗാനിക് പൊല്യൂട്ടൻസ് ഇൻ സീവേജ് വാട്ടർ ഈസ് മെഷേർഡ് ആസ് ഡാഷ്. ഓപ്ഷൻസ് ആർ എ GMO, ബി MTP, സി BOD, ഡി HGP. മലിനജലത്തിലെ ഓർഗാനിക് മാലിന്യങ്ങളുടെ അളവ് മനസ്സിലാക്കുന്നത് ഡാഷിലാണ്. എ GMO, ബി MTP, സി BOD, ഡി HGP. The answer is C BOD. Sixth question. Select an example for homologous organs. Options are A. Eyes of octopus and mammals, B. Forelimbs of whales and bats, C. Flippers of penguins and dolphins, D. Wings of birds and butterflies. അനുരൂപ അവയവത്തിന് അതായത് ഹോമോലോഗസ് ഓർഗൻസിന് ഉദാഹരണം തിരഞ്ഞെടുക്കുക. എ ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ്, ബി ഫോർലിംസ് ഓഫ് വെയിൽസ് ആൻഡ് ബാറ്റ്സ്, സി ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻസ് ആൻഡ് ഡോൾഫിൻസ്, ഡി വിങ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. ആൻസർ ഈസ് ബി ഫോർലിംസ് ഓഫ് വെയിൽസ് ആൻഡ് ബാറ്റ്സ്. സെവൻത് ക്വസ്റ്റ്യൻ. Enzyme used in detergents for removing oily stains from laundry is dash. Options are A. lipase, B. protease, C. amylase, D. pectinase. തുണികളിലുള്ള എണ്ണക്കറ നീക്കം ചെയ്യുന്നതിന് വേണ്ടി അലക്കുകാരത്തിൽ കാണപ്പെടുന്ന രാസാഗ്നി ഡാഷ് ആണ്. എ ലിപ്പേസ്, ബി പ്രോട്ടിയേസ്, സി amylase, ഡി pectinase. ആൻസർ ഈസ് എ ലിപ്പേസ്. 1 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 1 സ്കോറാണ്. അങ്ങനെ 7 ചോദ്യങ്ങൾ 1 മാർക്കിൻ്റെ തീർന്നിരിക്കുന്നു. നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഈച്ച് ക്വസ്റ്റ്യൻ ഫ്രം 8 to 26 carries 2 scores. 8 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങൾക്ക് 2 സ്കോർ വീതം. എട്ടാമത്തെ ചോദ്യം. ഇൻ എ സെൽ യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ ക്യാൻ ബി ഒബ്സർവ്ഡ് അണ്ടർ മൈക്രോസ്കോപ്പ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ കോശങ്ങൾക്കുള്ളിൽ യൂക്രോമാറ്റിൻ, ഹെട്രോക്രോമാറ്റിൻ എന്നിവയെ കാണാൻ കഴിയും. യൂക്രോമാറ്റിൻ, ഹെട്രോക്രോമാറ്റിൻ എന്നിവ തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ആദ്യം യൂക്രോമാറ്റിൻ നോക്കാം. യൂക്രോമാറ്റിൻ ഈസ് ലൂസ്ലി പാക്ഡ് റീജിയൻസ് ഓഫ് ക്രോമാറ്റിൻ, വേറസ് ഹെട്രോക്രോമാറ്റിൻ ഈസ് ഡെൻസ്ലി പാക്ഡ് റീജിയൻസ് ഓഫ് ക്രോമാറ്റിൻ. യൂക്രോമാറ്റിൻ ഈസ് ലൈറ്റ്ലി സ്റ്റെയിൻഡ് റീജിയൻ, ഹെട്രോക്രോമാറ്റിൻ ഈസ് ഡാർക്ക്ലി സ്റ്റെയിൻഡ് റീജിയൻസ്. Euchromatin is transcriptionally more active, whereas heterochromatin is transcriptionally inactive. യൂക്രോമാറ്റിൻ കോശമർമ്മത്തിൽ കാണുന്നത് അയഞ്ഞ നിലയിലാണ്. എന്നാൽ ഹെട്രോക്രോമാറ്റിൻ കോശമർമ്മത്തിൽ കാണുന്നത് തിങ്ങിയ നിലയിലാണ്. യൂക്രോമാറ്റിൻ ചെറിയ അളവിൽ മാത്രം വർണ്ണം ആഗിരണം ചെയ്യുന്നു.
എന്നാൽ ഹെട്രോക്രോമാറ്റിൻ കൂടുതൽ വർണ്ണവസ്തുക്കളെ ആഗിരണം ചെയ്യുന്നു. യൂക്രോമാറ്റിനുകളിൽ ട്രാൻസ്ക്രിപ്ഷൻ അഥവാ അനുലേഖനം വളരെ സജീവമാണ്. എന്നാൽ ഹെട്രോക്രോമാറ്റിനുകളിൽ ട്രാൻസ്ക്രിപ്ഷൻ അഥവാ അനുലേഖനം നിർജീവമാണ്. 9ാമത്തെ ചോദ്യം നോക്കാം. പ്രസൻസ് ഓഫ് എൻ അഡീഷണൽ കോപ്പി ഓഫ് ക്രോമസോം 21 വാസ് ഒബ്സർവ്ഡ് ഇൻ എ പേഴ്സൺ ഡ്യൂറിംഗ് ഡയഗ്നോസിസ്. എ. ഐഡൻറ്റിഫൈ ദ ജനറ്റിക് ഡിസോർഡർ. ബി. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഡിസോർഡർ. ഒരു വ്യക്തിയിൽ രോഗനിർണയം നടത്തിയപ്പോൾ 21ാമത്തെ ക്രോമസോം ഒരെണ്ണം കൂടുതലായി കാണപ്പെട്ടു. എ. മേൽപ്പറഞ്ഞ ജനിതക വൈകല്യത്തിൻ്റെ പേരെഴുതുക. ബി. ഈ ജനിതക വൈകല്യത്തിൻ്റെ രോഗലക്ഷണങ്ങൾ എഴുതുക. 9ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എ. ഡൗൺ സിൻഡ്രോമാണ്. ആൻഡ് ഇറ്റ്സ് സിംറ്റംസ്. ബി. ഷോർട്ട് സ്റ്റാച്വർ, സ്മോൾ റൗണ്ട് ഹെഡ് വിത്ത് ഫ്ലാറ്റ് നെക്ക്, partially open mouth with furrowed tongue, broad flat face with slanting eyes, broad palm with characteristic palm crease, retardation of physical, psychomotor and mental development, congenital heart disease. ചെറിയ വൃത്താകാരത്തിലുള്ള മുഖം, ചുളിവുകളുള്ള നാവ്, പകുതി തുറന്ന വായ്, വലുപ്പമേറിയ കൈപ്പത്തി, ഉയരം കുറഞ്ഞവർ, ശാരീരികവും മാനസികവുമായ വളർച്ച മുരടിച്ചവർ, ജന്മന ഹൃദയത്തിന് തകരാറുള്ളവർ. ഇത്രയുമാണ് ഡൗൺ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ. 10ാമത്തെ ചോദ്യം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടു കംപ്ലീറ്റ് ദ ടേബിൾ. ഫസ്റ്റ് കോളം ഈസ് മൈക്രോ ഓർഗാനിസം. സെക്കൻഡ് കോളം ഈസ് യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസം. ഫസ്റ്റ് വൺ ഡാഷ് എ വി ഹാവ് ടു ഫിൽ. യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസം ഈസ് കർഡിംഗ് ഓഫ് മിൽക്ക്. സെക്കൻഡ് വൺ ബാസിലസ് തുറിഞ്ചിയൻസിസ്. ഇറ്റ്സ് യൂസ് വി ഹാവ് ടു റൈറ്റ് ബി. Third one, Aspergillus niger, use of microorganism C. Fourth one, microorganism D we have to fill, and use of microorganism given, production of butyric acid. വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ച് പട്ടിക പൂർത്തിയാക്കുക. ആൻസർ നോക്കാം. കേർഡിംഗ് ഓഫ് മിൽക്കിന് കാരണമാക്കുന്ന മൈക്രോ ഓർഗാനിസം ലാക്ടോബാസിലസ് ബാക്ടീരിയ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഓർ LAB. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. രണ്ടാമത്തേതിലേക്ക് പോകാം. ബാസിലസ് തുറിഞ്ചിയൻസിസ്. അതിൻ്റെ യൂസ് ഇറ്റ് ഈസ് എ ബയോ കൺട്രോൾ ഏജൻറ്റ് ഓർ മൈക്രോബിയൽ ബയോ കൺട്രോൾ. തേർഡ് വൺ ആസ്പെർജില്ലസ് നൈഗർ. ഇറ്റ് പ്രൊഡ്യൂസ് സിട്രിക് ആസിഡ്. സോ സി ഈസ് സിട്രിക് ആസിഡ്. ഫോർത്ത് വൺ ഈസ് ക്ലോസ്ട്രിഡിയം ബ്യൂട്ടൈലിക്കം. ഇറ്റ് പ്രൊഡ്യൂസ് ബ്യൂട്ടൈറിക് ആസിഡ്. 11ാമത്തെ ചോദ്യം. ഇഫ് എ ഫാദർ ഈസ് വിത്ത് O blood group and mother is with B blood group, write the possible blood groups of their children. അച്ഛൻ്റെ രക്തഗ്രൂപ്പ് ഒയും അമ്മയുടെ രക്തഗ്രൂപ്പ് ബിയും ആണെങ്കിൽ മക്കൾക്കുണ്ടാകാൻ സാധ്യതയുള്ള രക്തഗ്രൂപ്പുകൾ ഏതെല്ലാമെന്ന് കണ്ടുപിടിച്ച് എഴുതുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കൂ. ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഫാദർ ഈസ് O. സോ ജീനോടൈപ്പ് ഓഫ് ഫാദേഴ്സ് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് small i. Blood group of mother is B. So genotype of mother's blood group will be capital IB, small I. So when we cross small I and capital IB and small I, we will get two types of blood groups. Blood group of children will be either B or O group. ഈ ക്രോസ് വിശദമായി ചെയ്തു നോക്കൂ. 12ാമത്തെ ചോദ്യം. ഒബ്സർവ് ദ ഫിഗർ. എ. ഐഡൻറ്റിഫൈ ദ മോളിക്കുലർ സ്ട്രക്ചർ ഗിവൺ ഇൻ ദ ഫിഗർ. ബി. നെയിം ദ റീജിയൻസ് ലേബിൾഡ് ആസ് A, B ആൻഡ് C. ചിത്രത്തിൽ തന്നിരിക്കുന്ന തന്മാത്ര ഘടനയുടെ പേരെഴുതുക. A, B, C എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളുടെ പേരെഴുതുക. ഉത്തരം നോക്കാം. എ. മോളിക്കുലർ സ്ട്രക്ചർ അല്ലെങ്കിൽ തന്മാത്ര ഘടനയാണ്. ദാറ്റ് ഈസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ബി. നെയിം ദ റീജിയൻസ് A, B, C. A ഈസ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്. B ഈസ് ലൈറ്റ് ചെയിൻ. C ഈസ് ഹെവി ചെയിൻ. എല്ലാം ശരിയാണെങ്കിൽ 2 സ്കോർ. 13ാമത്തെ ചോദ്യം. ഇൻ യുക്കാരിയോട്സ് ജീൻ എക്സ്പ്രഷൻ ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് സെവറൽ ലെവൽസ്. റൈറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് അറ്റ് വിച്ച് ജീൻ എക്സ്പ്രഷൻ ക്യാൻ ബി റെഗുലേറ്റഡ്. യുക്കാരിയോട്ടുകളിൽ പല ഘട്ടങ്ങളിൽ വെച്ച് ജീൻ ആവിഷ്കരണം അല്ലെങ്കിൽ ജീൻ എക്സ്പ്രഷൻ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. ജീൻ ആവിഷ്കരണ നിയന്ത്രണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ എഴുതുക. Regulation of gene expression in eukaryotes takes place at 4 levels. First one, transcriptional level or formation of primary transcript. രണ്ടാമത്തേത് പ്രോസസ്സിംഗ് ലെവൽ ഓർ റെഗുലേഷൻ ഓഫ് സ്പ്ലൈസിംഗ്. മൂന്നാമത്തേത് ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. നാലാമത്തേത് ട്രാൻസ്ലേഷണൽ ലെവൽ. ഒരു പോളിപെപ്റ്റൈഡിൻ്റെ നിർമ്മാണത്തിന് കാരണമാകുന്ന
ജീൻ ആവിഷ്കാരം ഏതൊക്കെ തലങ്ങളിലാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്ന് നോക്കാം. 1. അനുലേഖന തലം, ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, പ്രാഥമിക അനുലേഖന ഖണ്ഡനിർമ്മാണം, ഫോർമേഷൻ ഓഫ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്. 2. സംപ്രാപ്തി തലം, പ്രോസസ്സിംഗ് ലെവൽ, ഛേദന നിയന്ത്രണം അല്ലെങ്കിൽ റെഗുലേഷൻ ഓഫ് സ്പ്ലൈസിംഗ് വഴിയാണ് അത് ചെയ്യുന്നത്. 3. കോശമർമ്മത്തിൽ നിന്നും കോശദ്രവ്യത്തിലേക്കുള്ള mRNAയുടെ സംവഹന തലം. 4. തർജ്ജമ തലം അല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ ലെവൽ. 14 ചോദ്യം, എക്സ്പാൻഡ് ദ ഫോളോയിങ് ടേംസ് റിലേറ്റഡ് വിത്ത് അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. എ. ICSI, ബി. GIFT ഗിഫ്റ്റ്. ചുവടെ കൊടുത്തിരിക്കുന്ന അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി പദങ്ങളുടെ പൂർണ്ണരൂപം എഴുതുക. എ. ICSI, ബി. ഗിഫ്റ്റ്. ഇനി ആൻസർ നോക്കാം. ICSI ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഗിഫ്റ്റ് ഗാമീറ്റ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ. 15 ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടു കംപ്ലീറ്റ് ദ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ. IUD 3 തരമായി തിരിച്ചിട്ടുണ്ട്. നോൺ മെഡിക്കേറ്റഡ് IUD, കോപ്പർ റിലീസിങ് IUD, ഹോർമോൺ റിലീസിങ് IUD. ഇതിൽ നോൺ മെഡിക്കേറ്റഡ് IUD എന്താണ് എക്സാമ്പിൾ എന്നെഴുതണം. കോപ്പർ റിലീസിങ് IUD 2 ഒരെണ്ണം എഴുതാനുണ്ട്, ബി. ഹോർമോൺ റിലീസിങ് IUD സിയും ഡിയും 2 എക്സാമ്പിൾസ് എഴുതാനുണ്ട്. വിട്ടുപോയ പദങ്ങൾ പൂരിപ്പിച്ച് രേഖാചിത്രം പൂർത്തിയാക്കുക. ഇനി ഉത്തരം നോക്കാം. നോൺ മെഡിക്കേറ്റഡ് IUDയുടെ എക്സാമ്പിൾ എ. ലിപ്സ് ലൂപ്പ്. കോപ്പർ റിലീസിങ് IUDയുടെ എക്സാമ്പിൾ ബി. മൾട്ടിലോഡ് 375. ഹോർമോൺ റിലീസിങ് IUD എക്സാമ്പിൾ സി. LNG-20 ആൻഡ് ഡി. പ്രൊജസ്റ്റാ സെർച്ച്. 16 ചോദ്യം, റൈറ്റ് എനി 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്, RCH പ്രോഗ്രാംസ്. റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ RCH പ്രോഗ്രാമുകളുടെ ഏതെങ്കിലും 4 ലക്ഷ്യങ്ങൾ എഴുതുക. ആൻസർ. ഫസ്റ്റ് വൺ, കൗൺസിലിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് അവയർനെസ് അബൌട്ട് റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് ആസ്പെക്ട്സ്. സെക്കൻഡ് വൺ, ഇൻട്രൊഡക്ഷൻ ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ്. Third one, provide family welfare information to fertile couples like birth control measures, care of pregnant mothers, etc. Fourth one is provide awareness about social evils like sex abuse and sex-related crimes to prevent them. Fifth one, to provide medical assistance and care in reproduction-related problems like pregnancy, delivery, STDs, abortion, contraception, menstrual problems, infertility. Sixth one, statutory ban on amniocentesis. ഇതിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ 2 സ്കോർ കിട്ടും. 17 ചോദ്യം, Nowadays, the world is facing a problem of increased rate of species extinction due to human activities. Write major causes of biodiversity losses. മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം ഈ ലോകത്ത് പല ജീവികൾക്കും വംശനാശ ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജൈവവൈവിധ്യ ഭ്രംശം അഥവാ ബയോഡൈവേഴ്സിറ്റി ലോസിൻ്റെ കാരണങ്ങൾ എഴുതുക. ബയോഡൈവേഴ്സിറ്റി ലോസിൻ്റെ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ. ഫസ്റ്റ് വൺ, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. സെക്കൻഡ് വൺ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. തേർഡ് വൺ, കോ എക്സ്റ്റിങ്ഷൻ. ഫോർത്ത് വൺ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. 18 ചോദ്യം, ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ് റിസൾട്ട്സ് ഇൻ ഇമ്മീഡിയറ്റ് ആൻഡ് ഫാർ റീച്ചിങ് ഇഫക്ട്സ്. റൈറ്റ് സം ഇഫക്ട്സ് യു ഹാവ് സ്റ്റഡീഡ്. മയക്കുമരുന്ന് അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ ദുരുപയോഗം സത്വരവും ദൂരവ്യാപകവുമായ അനന്തരഫലങ്ങൾക്ക് കാരണമാകുന്നു. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും അനന്തരഫലങ്ങൾ എഴുതുക. നമുക്ക് 2 രീതിയിൽ ഇതിൻ്റെ ഉത്തരം എഴുതാം. ആദ്യത്തേത്, ഇമ്മീഡിയറ്റ് ഇഫക്ട്സ് ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. ദർ ആർ 3 ഇഫക്ട്സ്: റെക്ലെസ് ബിഹേവിയർ, വാൻഡലിസം ആൻഡ് വയലൻസ്. ഇനി നമുക്ക് far reaching effects of drug and alcohol abuse നോക്കാം. First one, if an abuser has no money to buy drugs, he or she may turn to stealing. രണ്ടാമത്തേത്, an abuser may become the cause of mental and financial distress to his or her family and friends. Third one, those who take drug intravenously are likely to get infections like AIDS and hepatitis B. നാലാമത്തേത്, യൂസ് ഓഫ് ആൽക്കഹോൾ ഡ്യൂറിങ് യങ് ഏജ് ക്യാൻ ലീഡ് ടു ഹെവി ഡ്രിങ്കിങ് ഇൻ അഡൾട്ട്ഹുഡ്. ഫിഫ്ത്ത് വൺ, ദ ക്രോണിക് യൂസ് ഡാമേജസ് നെർവസ് സിസ്റ്റം ആൻഡ് ലിവർ കോസിംഗ് സിറോസിസ്. സിക്സ്ത് വൺ,
The use of drugs and alcohol during pregnancy can adversely affect the fetus. ഏഴാമത്തേത് certain sports person misuse some drugs like narcotic analgesics, anabolic steroids, diuretics and certain hormones in sports to increase muscle strength and to promote aggressiveness and athletic performance. ഇതിലേതെങ്കിലും 4 പോയിന്റ് എഴുതിയാൽ 2 സ്കോർ കിട്ടും. 19ാമത്തെ ചോദ്യം എവല്യൂഷൻ ഓഫ് ഡാർവിൻ ഫിഞ്ചസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ അഡാപ്റ്റീവ് റേഡിയേഷൻ. എ. വാട്ട് ഈസ് മെൻ ബൈ അഡാപ്റ്റീവ് റേഡിയേഷൻ? ബി. ഗിവ് 2 other examples for organisms those exhibit adaptive radiation. ഡാർവിൻ കുരുവികളുടെ പരിണാമം അഡാപ്റ്റീവ് റേഡിയേഷന് ഉദാഹരണമാണ്. എ. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബി. അഡാപ്റ്റീവ് റേഡിയേഷൻ വഴി പരിണാമം സംഭവിച്ച മറ്റ് 2 ജീവി വിഭാഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. ആദ്യം അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താണെന്ന് നോക്കാം. അഡാപ്റ്റീവ് റേഡിയേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ ഇൻ വിച്ച് different species starting from a common point in a geographic area radiate to other geographical areas. Example: Darwin's finches, Australian marsupials and placental mammals in Australia. Score 2. 20ാമത്തെ ചോദ്യം Write any 4 differences between spermatogenesis and oogenesis. പുംബീജോൽപാദനവും അണ്ഡോൽപാദനവും തമ്മിലുള്ള ഏതെങ്കിലും 4 വ്യത്യാസങ്ങൾ എഴുതുക. Spermatogenesis occurs inside the testis, whereas oogenesis occurs inside the ovary. Spermatogenesis is a continuous process, whereas oogenesis is a discontinuous process with early stages taking place in fetus and others later in life. Third difference. Primary spermatocytes divides by meiosis 1 to form 2 secondary spermatocytes, whereas primary oocyte divides by meiosis 1 to form 1 secondary oocyte and 1 polar body. നാലാമത്തെ ഡിഫറൻസ് സെക്കൻഡറി spermatocyte divides by meiosis 2 to produce 2 spermatids, whereas secondary oocyte divides by meiosis 2 to form 1 ovum and 1 polar body. അഞ്ചാമത്തെ വ്യത്യാസം നോക്കാം. ഇൻ spermatogenesis a spermatocyte forms 4 spermatozoa, whereas in oogenesis an oocyte forms only 1 egg or ovum. ആറാമത്തെ വ്യത്യാസം spermatogenesis produces motile male gametes or sperm, whereas oogenesis forms non-motile female gametes or ovum. ഇങ്ങനെ ഏതെങ്കിലും 4 ഡിഫറൻസസ് എഴുതിയിട്ടുണ്ടെങ്കിൽ 2 സ്കോർ ലഭിക്കും. 21ാമത്തെ ചോദ്യം മൈക്രോഗ്രാഫ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഓഫ് 2 persons A and B are shown below. Person B is affected with a specific genetic disorder. 1. Identify the genetic disorder. 2. Write reason for this disorder. A, B എന്നീ 2 വ്യക്തികളുടെ ചുവന്ന രക്താണുക്കളുടെ മൈക്രോഗ്രാഫാണ് ചുവടെ തന്നിരിക്കുന്നത്. ബി എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേക ജനിതക വൈകല്യം കാണപ്പെടുന്നു. 1. ബി എന്ന വ്യക്തിയുടെ ജനിതക വൈകല്യം തിരിച്ചറിയുക. 2. മേൽപ്പറഞ്ഞ വൈകല്യത്തിൻ്റെ കാരണം എഴുതുക. ഇതിൻ്റെ ഫസ്റ്റ് ആൻസർ ജനറ്റിക് ഡിസോർഡർ ഈസ് സിക്കിൾ സെൽ അനീമിയ. സെക്കൻഡ് വൺ ദ റീസൺ ഫോർ ദിസ് ഡിസോർഡർ ഈസ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ അറ്റ് ദ 6th പൊസിഷൻ ഓഫ് ബീറ്റ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ ഓർ പോയിൻ്റ് മ്യൂട്ടേഷൻ. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എഴുതാം It is due to single base substitution at the 6th codon of beta globin gene from GAG to GUG. Question number 22. In women, some hormones are secreted only during pregnancy. Name any such hormones. സ്ത്രീകളിൽ ഗർഭകാലത്ത് മാത്രം സ്രവിക്കപ്പെടുന്ന ചില ഹോർമോണുകളുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും 4 ഹോർമോണുകളുടെ പേരെഴുതുക. Hormones secreted during pregnancy are progesterone, HCG, human chorionic gonadotropin, HPL, human placental lactogen, and relaxin. 4 എണ്ണം എഴുതിയാൽ 2 മാർക്ക് കിട്ടും. 23ാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ്. എ കോളം LH surge leading cells, ambulary isthmic junction, Sertoli cells. B column fertilization, nutrition to spermatids, ovulation and androgens. ചേരുംപടി ചേർക്കുക. അപ്പോൾ ചേരുംപടി ചേർക്കാം. LH surge ovulation,
Leydig cells, androgens. Ambulary isthmic junction, fertilization. Sertoli cells, nutrition to spermatids. Question number 24. Species diversity is greater in tropical regions than in temperate regions. Give reasons. ഉഷ്ണമേഖലകളിൽ ട്രോപ്പിക്കൽ റീജിയൻസ് മിതശീതോഷ്ണ മേഖല അല്ലെങ്കിൽ ടെമ്പറേറ്റ് റീജിയൻസിൽ ഉള്ളതിനേക്കാൾ സ്പീഷീസ് വൈവിധ്യം കൂടുതലാണ്. കാരണം വ്യക്തമാക്കുക. ആൻസർ ഈസ് tropical regions have remained relatively undisturbed for millions of years and thus had a long time for species diversification. ജീവിവർഗങ്ങളുടെ ആവിർഭാവം കാലക്രമത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. പണ്ടുകാലത്ത് സമശീതോഷ്ണ ഭൂപ്രദേശങ്ങൾ തുടർച്ചയായുള്ള ഹിമപാതത്തിന് വിധേയമായിട്ടുണ്ട്. നേരെ മറിച്ച് ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ ട്രോപ്പിക്കൽ ഏരിയാസ് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി യാതൊരു കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഇല്ലാതെ തുടരുന്നു. അതുകൊണ്ടുതന്നെ ജീവിവർഗങ്ങളുടെ പരിണാമത്തിനും പുതിയ വർഗങ്ങളുടെ ആവിർഭാവത്തിനും ഉതകുന്ന തരത്തിൽ ദീർഘമായ ഒരു കാലയളവ് ട്രോപ്പിക്കൽ റീജിയൻസിന് ലഭിച്ചു. The tropical environments are relatively more constant, less seasonal and predictable. ഉഷ്ണമേഖലയിലെ പരിസ്ഥിതി സ്ഥിരമായിരിക്കും. അതിന് പ്രവചനാതീതമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. ഇത്തരം സ്ഥിരമായ പരിസ്ഥിതി ആവാസങ്ങളുടെ സവിശേഷവൽക്കരണത്തിന് സഹായിക്കുന്നു. ഇത് ജൈവവൈവിധ്യത്തിലേക്ക് നയിക്കുന്നു. More solar energy is available in tropics which contributes to higher productivity. മറ്റൊരു കാരണം ഉഷ്ണമേഖലയിൽ കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. ഇത് ഉൽപ്പാദനം കൂടാൻ ഇടയാക്കുകയും പരോക്ഷമായി ജൈവവൈവിധ്യ സമ്പന്നതയ്ക്ക് മുതൽക്കൂട്ടാവുകയും ചെയ്യുന്നു. 25ാമത്തെ ചോദ്യം. വാക്സിൻസ് ആർ ഗിവൺ ടു ചിൽഡ്രൻ അറ്റ് വേരിയസ് സ്റ്റേജസ് ഓഫ് ദെയർ ഡെവലപ്മെൻറ്റ്. എ. വാട്ട് ഈസ് മെൻ ബൈ വാക്സിൻ? ബി. റൈറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് വാക്സിനേഷൻ. കുട്ടികൾക്ക് ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ വാക്സിനുകൾ നൽകാറുണ്ട്. എ. വാക്സിൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ബി. വാക്സിനേഷൻ്റെ തത്വം എഴുതുക. വാക്സിൻസ് ആർ ആൻറ്റിബോഡി പ്രൊവോക്കിംഗ് ഏജൻറ്റ്സ്. വാക്സിൻസ് ആർ പ്രിപ്പയർഡ് ഫ്രം ലൈവ് പാത്തോജൻ ഓർ കിൽഡ് ഓർ ഇനാക്ടിവേറ്റഡ് പാത്തോജൻ ഓർ ആൻറ്റിജീനിക് പോളിപെപ്റ്റൈഡ് ഓഫ് പാത്തോജൻ. നിഷ്ക്രിയമാക്കിയതോ നിർവീര്യമാക്കിയതോ ആയ രോഗകാരികളോ അവയുടെ മാംസ്യങ്ങളോ നേരിട്ട് ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയും ഇത്തരം ആൻറ്റിജനുകൾക്ക് എതിരായി ആൻറ്റിബോഡികൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വാക്സിനേഷൻ. വാക്സിനേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രോപ്പർട്ടി കോൾഡ് മെമ്മറി ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ ഓർമ്മശേഷി എന്ന സവിശേഷതയാണ് പ്രതിരോധ പ്രയോഗത്തിൻ്റെ പിന്നിലുള്ള തത്വം. Question number 26. Match the following. Month of pregnancy, features of embryonic development എന്നീ 2 കോളങ്ങൾ തന്നിരിക്കുന്നു. മന്ത്സ് ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, ഫിഫ്ത്ത് മന്ത്, സിക്സ്ത് മന്ത് തന്നിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. ഐലിഡ്സ് ആർ സെപ്പറേറ്റഡ് ആൻഡ് ഐലാഷസ് ആർ ഫോംഡ്. ഫസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ഫീറ്റസ് ഈസ് ഒബ്സർവ്ഡ്. ഹാർട്ട് സൗണ്ട് ഈസ് നോട്ടീസ്ഡ് യൂസിങ് സ്റ്റെതസ്കോപ്പ്. ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ആർ ഡെവലപ്ഡ് ഇൻ ഫീറ്റസ്. ഇത് മാച്ച് ചെയ്ത് ചേരുംപടി ചേർത്തെഴുതുക. ചേരുംപടി ചേർത്ത് നോക്കാം. ഫസ്റ്റ് മന്ത് ഹാർട്ട് സൗണ്ട് ഈസ് നോട്ടീസ്ഡ് യൂസിങ് സ്റ്റെതസ്കോപ്പ്. സെക്കൻഡ് മന്ത് ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ആർ ഡെവലപ്ഡ് ഇൻ ഫീറ്റസ്. ഫിഫ്ത്ത് മന്ത് ഫസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ഫീറ്റസ് ഈസ് ഒബ്സർവ്ഡ്. സിക്സ്ത് മന്ത് ഐലിഡ്സ് ആർ സെപ്പറേറ്റഡ് ആൻഡ് ഐലാഷസ് ആർ ഫോംഡ്. അടുത്തത് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഈച്ച് ക്വസ്റ്റ്യൻ ഫ്രം 27 to 31 carries 3 scores. 27th question. A. Identify the equation related with the genetic equilibrium given below. P square plus 2pq plus q square equal to 1. B. Write the factors affecting genetic equilibrium resulting in evolution. ജനിതക സന്തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിരിക്കുന്ന സമവാക്യം ഏത്? പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് q സ്ക്വയർ ഈക്വൽ ടു 1. ജനിതക സന്തുലനാവസ്ഥയെ ബാധിക്കുകയും പരിണാമത്തിന് കാരണമാവുകയും ചെയ്യുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്ന് എഴുതുക. 3 സ്കോറാണ്. 27ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. The equation related with the genetic equilibrium is Hardy-Weinberg principle or Hardy-Weinberg equilibrium. B. Factors affecting genetic equilibrium are gene migration or gene flow, genetic drift, mutation, genetic recombination and natural selection. ഇനി ഈ വാക്കുകളുടെ മലയാളം നോക്കിയാലോ. ജീൻ മൈഗ്രേഷൻ ജീൻ പ്രവാഹം, ജനറ്റിക് ഡ്രിഫ്റ്റ് ജനിതക സ്ഥാനഭ്രംശം, മ്യൂട്ടേഷൻ ഉൽപരിവർത്തനം, ജനറ്റിക് റീകോമ്പിനേഷൻ ജീൻ പുനഃസംയോജനം, നാച്ചുറൽ സെലക്ഷൻ
പ്രകൃതി നിർദ്ധാരണം. Question number 28. LH and FSH play significant role in spermatogenesis. A. Write the functions of LH and FSH in spermatogenesis. B. Write a single term used to denote LH and FSH together. പുംബീജോൽപാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഹോർമോണുകളാണ് LH, FSH എന്നിവ. എ. പുംബീജോൽപാദനത്തിൽ LH, FSH എന്നീ ഹോർമോണുകൾ വഹിക്കുന്ന പങ്കെന്ത്? ബി. LH, FSH എന്നീ ഹോർമോണുകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒറ്റ പദം എഴുതുക. Answer for 28th question is LH acts on Leydig cells and stimulates synthesis and secretion of androgen. FSH acts on Sertoli cells and stimulate the secretion of some factors which help in the process of spermiogenesis. Answer for B is gonadotropins. LH and FSH together called gonadotropins. Total score 3. അതായത് LH or ലൂട്ടിനൈസിംഗ് ഹോർമോണുകൾ ലീഡിക് കോശങ്ങളെ പ്രചോദിപ്പിക്കുകയും പുരുഷജന്യ ഹോർമോണുകൾ അഥവാ ആൻഡ്രോജൻ സ്രവിപ്പിക്കുകയും ചെയ്യുന്നു. FSH അല്ലെങ്കിൽ ഫോളിക്കിൾ ഉത്തേജക ഹോർമോണുകൾ സെർട്ടോളി കോശങ്ങളെ പ്രചോദിപ്പിക്കുകയും പുംബീജോൽപത്തിക്ക് സഹായകരമായ ചില ഘടകങ്ങളെ സ്രവിപ്പിക്കുകയും ചെയ്യുന്നു. Question number 29. Figure of lacoperon in the absence of lactose inducer is given below. Draw the diagram of lacoperon in the presence of lactose and label it. ലാക്ടോസ് ഇൻഡ്യൂസറിൻ്റെ അഭാവത്തിലുള്ള ലാക്കോപ്രോണിൻ്റെ ചിത്രം ചുവടെ കൊടുത്തിരിക്കുന്നു. ലാക്ടോസിൻ്റെ സാന്നിധ്യത്തിലുള്ള ലാക്കോപ്രോണിൻ്റെ ചിത്രം വരച്ച് അടയാളപ്പെടുത്തുക. ഈ ചിത്രം നോക്കൂ. ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ ലാക്ടോസ് ബൈൻഡ്സ് വിത്ത് റിപ്രസർ പ്രോട്ടീൻ ആൻഡ് റിപ്രസർ പ്രോട്ടീൻ കുഡിൻറ്റ് കണക്ട് വിത്ത് ഓപ്പറേറ്റർ ജീൻ. ലാക്ടോസ് ഇൻഡ്യൂസർ റിപ്രസർ പ്രോട്ടീനുമായി കൂടിച്ചേരുന്നതുകൊണ്ട് റിപ്രസർ പ്രോട്ടീൻ്റെ ഘടനയിൽ മാറ്റം വരുന്നു. റിപ്രസർ പ്രോട്ടീന് ഓപ്പറേറ്റർ ജീനിൽ കൂടിച്ചേരാൻ പറ്റാത്തതിനാൽ ഓപ്പറേറ്റർ ജീൻ ഫങ്ഷൻ ചെയ്യുന്നു. അങ്ങനെ RNA പോളിമറൈസ് ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്നു. ഇതുകൊണ്ട് തന്നെ ലാക്കോപ്രോണിനെ ഇൻഡ്യൂസിംഗ് ഓപ്രോൺ എന്നും വിളിക്കുന്നു. ഈ ആൻസറിൽ എക്സ്പ്ലനേഷൻ വേണ്ട, ഡയഗ്രം മാത്രം മതി. 30ാമത്തെ ചോദ്യം. Sexually transmitted diseases (STDs) are seen to be high among people with age group 15 to 24 years. A. Write the names of any 4 STDs. B. Mention the measures to be taken to prevent STDs. ലൈംഗിക രോഗങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് 15 മുതൽ 24 വയസ്സുവരെയുള്ളവരിലാണ്. എ. ഏതെങ്കിലും 4 ലൈംഗിക രോഗങ്ങളുടെ പേരെഴുതുക. ബി. ലൈംഗിക രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എഴുതുക. ആൻസർ നോക്കാം. STDസിന് എക്സാമ്പിൾസ് ആണ് ഗൊണോറിയ, സിഫിലിസ്, ജെനിറ്റൽ ഹെർപ്പിസ്, ക്ലമീഡിയാസിസ്, ജെനിറ്റൽ വാർട്ട്, ഹെപ്പറ്റൈറ്റിസ് B, എയ്ഡ്സ് ഓർ HIV ഇൻഫെക്ഷൻ. ഇതിലേതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. ഇനി STDs പ്രിവെൻഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. Always use condom during coitus. In case of doubt, go to a qualified doctor for early treatment if diagnosed with a disease. ചില ലളിതമായ ജീവിത തത്വങ്ങൾ പിന്തുടർന്നാൽ STDസിനെ പ്രതിരോധിക്കാൻ കഴിയും. 1. അവിഹിത ലൈംഗിക ബന്ധം ഒഴിവാക്കുക. 2. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കുക. 3. അണുബാധ സംശയിക്കുകയാണെങ്കിൽ നേരത്തെ രോഗനിർണയം നടത്തുന്നതിനായി വിദഗ്ധ ഡോക്ടറെ സമീപിക്കുകയും രോഗം സ്ഥിരീകരിച്ചാൽ ചികിത്സ തേടുകയും ചെയ്യുക. 31ാമത്തെയും അവസാനത്തെയും ചോദ്യം. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഡീവിയേഷൻ ഫ്രം മെൻഡലിയൻ ഇൻഹെറിറ്റൻസ്. ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. മെൻഡലിൻ്റെ പാരമ്പര്യ നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കാണപ്പെടുന്ന ചില പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അപൂർണാധിപത്യം, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. ഉദാഹരണസഹിതം വിവരിക്കുക. When a cross is made between a dominant and recessive, the F1 offspring do not show dominant character, but an intermediate between dominant and recessive. This is called incomplete dominance. Example, flower color in Snapdragon, flower color in Mirabilis jalapa. ഇവിടെ തന്നിരിക്കുന്ന ക്രോസ് നോക്കൂ. റെഡ് ഫ്ലവർ കളർ ഡൊമിനൻ്റായും വൈറ്റ് ഫ്ലവർ കളർ റെസസീവായും ക്രോസ് ചെയ്യുമ്പോൾ F1 തലമുറയിൽ റെഡ് ഫ്ലവർ കളർ വരുന്നതിന് കളറാണ് ഉണ്ടാകുന്നത്. F2 ജനറേഷനിൽ 1 റെഡ് ഈസ് ടു 2 പിങ്ക് ഈസ് ടു 1 വൈറ്റ് എന്ന രീതിയിൽ 1:2:1 റേഷ്യോയിൽ കാണപ്പെടുന്നു. ഇതിനെ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്നറിയപ്പെടുന്നു.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് സുനൂസ് ബയോസ്.